നന്ദൻ 13 വയസ്സുകാരൻ തന്റെ മുറിയിൽ വീഡിയോ ഗെയിമിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ സ്ക്രീനിൽ ഉറച്ചു, വിരലുകൾ കൺട്രോളറിൽ അതിവേഗം ചലിച്ചു. പുറത്ത് അമ്മ സ്നേഹ അവനെ പലതവണ വിളിച്ചു, പക്ഷേ നന്ദൻ അതൊന്നും കേട്ടില്ല. നന്ദൻ, മോനെ, ഒന്ന് ഇങ്ങോട്ട് വരണേ, ഈ പാത്രങ്ങൾ അടുക്കളയിലേക്ക് മാറ്റാൻ സഹായിക്കാമോ? സ്നേഹ വീണ്ടും വിളിച്ചു. നന്ദൻ ഒരു നിമിഷം ഗെയിം നിർത്തി, പക്ഷേ ഉടൻ തന്നെ വീണ്ടും കളിക്കാൻ തുടങ്ങി. അമ്മേ, ഞാനൊരു പ്രധാന ലെവലിലാണ്, ഇത് കഴിഞ്ഞിട്ട് വരാം, അവൻ മറുപടി പറഞ്ഞു. നന്ദൻ തന്റെ ഗെയിം ലോകത്ത് പൂർണ്ണമായും മുഴുകിയിരുന്നു. അവന്റെ കഥാപാത്രം ഒരു വലിയ ഡ്രാഗണുമായി പോരാടുകയായിരുന്നു. ഓരോ നീക്കവും നിർണായകമായിരുന്നു. അമ്മയുടെ വിളി അവന്റെ ശ്രദ്ധയെ ശല്യപ്പെടുത്തുന്നതായി അവന് തോന്നി. സ്നേഹ ഒരു ദീർഘനിശ്വാസം വിട്ടു. അവൾക്ക് നന്ദന്റെ സഹായം ലഭിക്കില്ലെന്ന് മനസ്സിലായി. അവൾ തനിയെ പാത്രങ്ങൾ അടുക്കളയിലേക്ക് മാറ്റി. നന്ദൻ ഒരു നിമിഷം കുറ്റബോധം തോന്നി, പക്ഷേ ഗെയിമിന്റെ ആവേശം അവനെ വീണ്ടും അതിലേക്ക് വലിച്ചിഴച്ചു. അല്പസമയത്തിനു ശേഷം നന്ദൻ ഒരു മിഠായി വാങ്ങാൻ പുറത്തിറങ്ങി. വഴിയിൽ വെച്ച് അവൻ അയൽവാസിയായ അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിക്ക് പ്രായമായിരിക്കുന്നു. കയ്യിൽ നിറയെ സാധനങ്ങളുള്ള 2 വലിയ സഞ്ചികളുണ്ടായിരുന്നു. അവ നടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. നന്ദൻ അമ്മച്ചിയെ കണ്ടപ്പോൾ ആദ്യമൊന്ന് മടിച്ചു. അവന്റെ മനസ്സിൽ അമ്മയുടെ വാക്കുകൾ മുഴങ്ങി, മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയ സന്തോഷം നൽകും. അവൻ തന്റെ ഗെയിം ലോകത്തുനിന്നും പുറത്തുവന്ന് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു. നന്ദൻ ധൈര്യം സംഭരിച്ച് അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മച്ചി, ഞാൻ സഹായിക്കണോ? അവൻ ചോദിച്ചു. അമ്മച്ചി അത്ഭുതത്തോടെ അവനെ നോക്കി. ഓ, മോൻ സഹായിക്കുമോ? എനിക്ക് വലിയ സന്തോഷമാകും, അമ്മച്ചി പറഞ്ഞു. നന്ദൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു സഞ്ചി വാങ്ങി. സഞ്ചിക്ക് നല്ല ഭാരമുണ്ടായിരുന്നു, പക്ഷേ നന്ദൻ അത് സന്തോഷത്തോടെ ചുമന്നു. അവർ ഒരുമിച്ച് അമ്മച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. നന്ദന് ഇതുവരെ അനുഭവിക്കാത്ത ഒരുതരം സന്തോഷം തോന്നി. അമ്മച്ചി നന്ദനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവൾ അവന് ഒരു ലഡു നൽകി. നന്ദൻ അത് സന്തോഷത്തോടെ വാങ്ങി. മറ്റൊരാളെ സഹായിച്ചപ്പോൾ ലഭിച്ച സംതൃപ്തി അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നന്ദൻ വീട്ടിലേക്ക് മടങ്ങി. അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാൻ അമ്മച്ചിയെ സഹായിച്ചു, അവൻ ആവേശത്തോടെ പറഞ്ഞു. ഇനി ഞാൻ അമ്മയെയും സഹായിക്കാം, അടുക്കളയിലെ പാത്രങ്ങൾ മാറ്റാൻ. സ്നേഹ നന്ദനെ നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. നന്ദൻ ഒരു പുതിയ പാഠം പഠിച്ചിരുന്നു.